നമസ്കാരം. പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളുമായി എത്തിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. ധാരാളം പുരസ്കാരങ്ങൾ ഈ കൃതിയെ തേടിയെത്തി. ഒരുപാട് വായനക്കാരെ സമ്മാനിച്ചു. ബെന്യാമിനാണ് ഇന്നത്തെ ദൂരദർശനിൽ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ പരിചയപ്പെടാം. ബെന്യാമിന് ദൂരദർശനിലേക്ക് സ്വാഗതം. ആടുജീവിതം എന്നുള്ള പുസ്തകം എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ ജീവിതത്തെ ഇത്ര പച്ചയായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു നോവൽ ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ആദ്യമാണ് എനിക്ക് തോന്നുന്നു. ഇത്തരം കഥകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കഥ തിരഞ്ഞെടുക്കേണ്ടത്? പ്രവാസിയാണ് ബെന്യാമിൻ. ഈ ഒരു കഥ പശ്ചാത്തലമാക്കാനുള്ള കാരണമില്ല. അത് അല്പം ദീർഘമായി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രവാസ ജീവിതം, ഗൾഫിൽ പ്രവാസ ജീവിതം മനുഷ്യൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ 50 വർഷത്തിനിടയിൽ എത്രയോ ലക്ഷം ആൾക്കാർ ഗൾഫിൽ വന്ന് ജീവിച്ച് തിരിച്ചു പോയിരിക്കുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും ഏകദേശം 50 ലക്ഷത്തിലധികം ആൾക്കാർ ഗൾഫിലുണ്ട്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ, വളരെ ആഴം നിറഞ്ഞ, എന്നാൽ ഒരിക്കലും ചിത്രീകരിക്കപ്പെടാത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗൾഫിൽ ജീവിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മലയാള സാഹിത്യ ലോകം, നിരൂപകരൊക്കെ നമ്മളോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പച്ചയായി ആവിഷ്കരിക്കുന്ന ഒരു കൃതി നിങ്ങളിൽ നിന്ന്. ഞാൻ ബെന്യാമിൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, അവിടുത്തെ ഗൾഫിലുള്ള മുഴുവൻ പ്രവാസിയായ, ഗൾഫിൽ താമസിക്കുന്ന മുഴുവൻ എഴുത്തുകാരോടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ അവിടുത്തെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു നോവൽ വേണമെന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അത്തരത്തിലൊരു ജീവിതത്തിനെ കുറിച്ച് അറിയാം. നമുക്ക് മലയാള സിനിമയിലും മറ്റു കാര്യത്തിലുമൊക്കെ ഗൾഫ് ജീവിതം എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് എന്നത്. അതൊരിക്കലും അല്ലെങ്കിൽ അതിൻ്റെ നേരായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. പലപ്പോഴും പൊങ്ങച്ചക്കാരൻ്റെ വേഷത്തിലും മോഡിയ മനുഷ്യന്റെ വേഷത്തിലും ഒക്കെയാണ് അതിനെ ചിത്രീകരിക്കപ്പെട്ടത്. അതിന്റെ നേരർത്ഥത്തിൽ ഒരിക്കലും അത് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നേരർത്ഥം വരുന്ന ഒരു കൃതി വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ നേരിട്ട് പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ മരുഭൂമിയിലെ ജീവിതം കേൾക്കാനിടയാവുകയും ചെയ്യുന്നത്. ആ ഒരു ജീവിതം കേട്ടപ്പോൾ എനിക്ക് തോന്നി നിശ്ചയമായിട്ട് ഇതാണ് ഗൾഫ് മലയാളിയായ ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിനോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കൃതി. ഇതും തീർച്ചയായിട്ടും ഇത് പറയേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ആടുജീവിതത്തിന്റെ പിറവി എന്ന് പറയുന്നത്. ഒരു ജീവിച്ച ഒരാളുടെ കഥ തന്നെയാണ്. അതെ അതെ, നിശ്ചയമായിട്ടും. അതെ അതെ അതെ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളുടെ, ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ ഇതേ രീതിയിൽ ജീവിച്ചുകൊണ്ട് ഇതേ സാഹചര്യങ്ങളെ നേരിടുന്നുമുണ്ട്. അതിന്റെ ഒരു നേർ ജീവിതം തന്നെയാണ് ആടുജീവിതം. സുനിൽ എന്ന സുഹൃത്താണ് വളരെ യാദൃച്ഛികമായി നജീബ് എന്നൊരാളെ കുറിച്ച് ബെന്യാമിനോട് പറയുന്നത്. തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആദ്യം വിസമ്മതിച്ച നജീബ് പറഞ്ഞത് ഇപ്രകാരമാണ്: അതൊക്കെ ഒത്തിരി പണ്ട് നടന്നതല്ലേ, ഞാനതൊക്കെ മറന്നേ പോയി. എന്നാൽ ഏറെ നിർബന്ധിച്ചപ്പോൾ നജീബ് പതിയെ ആ ജീവിതം പറയാൻ തുടങ്ങി. അതിന്റെ തീക്ഷ്ണത ആരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. അതിലൊരു പ്രത്യേക സന്ദർഭമുണ്ടല്ലോ, മജീദിന്റെയും ഹമീദിന്റെയും പുറത്തുകൂടി ഈ 1000 സർപ്പങ്ങൾ എഴിഞ്ഞു വരുന്ന ഒരു ഭീകരമായ ദൃശ്യം. വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ആ ഒരു ഭാഗം വായിക്കുമ്പോൾ ശരിക്കും അത് സംഭവിക്കുന്ന കാര്യമാണ് മരുഭൂമിയിൽ. ഞങ്ങളൊക്കെ മരുഭൂമികൾക്ക് പുറത്ത് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ഉള്ളത് തന്നെയാണോ അവിടെ? അല്ല, മരുഭൂമിയെ കുറിച്ചുള്ള മനുഷ്യന്റെ പൊതുവായ ഒരു ധാരണ എന്ന് പറയുന്നത് മരുഭൂമി വെറും ഒരു പാഴ്നിലമാണ്, വെറും മണ്ണ് മാത്രമുള്ള. അങ്ങനെയല്ല. മരുഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ ജൈവ വ്യവസ്ഥിതിയാണ്. അതിനകത്ത് ധാരാളം അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെതായ അവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അതിൽ തന്നെ പാമ്പുകൾ അവിടുത്തെ ഒരു വലിയ കൂട്ടമാണ് മരുഭൂമിയിൽ. അത് ലോകത്ത് പറയപ്പെടുന്നത് ഏറ്റവും വിഷമുള്ള പാമ്പുകൾ മരുഭൂമിയിലെ ആണെന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മരുഭൂമിയിൽ ധാരാളം പാമ്പുകൾ കൂട്ടത്തോടെ ഉണ്ട്. ആ ഒരു ചിത്രം എനിക്ക് നേരത്തെ ഒരാൾ അയച്ചു തന്നിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് പാമ്പുകൾ നിരന്ന് കിടക്കുന്ന ഒരു ചിത്രം, ഒരു ഫോട്ടോ എനിക്ക് മരുഭൂമിയിൽ നിന്ന് അയച്ചു തന്നിരുന്നു. ആ ഒരു ദൃശ്യത്തെ ഞാൻ ഈ ഒരു നോവലിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അപ്പം ഒരു നോവലിൽ എത്രത്തോളം സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. നോവലായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണുന്നതും അറിയുന്നതും കണ്ടുമുട്ടുന്നതുമായ പല സന്ദർഭങ്ങളെ നമ്മളൊരു നോവലിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദാനം. അപ്പോൾ നജീബും ഹക്കീമും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അത് കണ്ടുമുട്ടിയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ 10 ചുവട് നടന്നില്ല. കൺമുൻപിൽ എന്തോ ഒരു ചലനം, പിന്നെ ഒരു സീൽക്കാര ശബ്ദവും കേട്ടു. അത് മുന്നോട്ട് നീങ്ങുകയാണ്. ഇബ്രാഹിം ഭീതിയോടെ ഞരങ്ങി. പാമ്പുകൾ, 1ഉം 2ഉമല്ല, 500ഓ 1000ഓ പാമ്പുകൾ ഒന്നിച്ച്, ഒരു വലിയ സൈന്യത്തിന്റെ പടപ്പുറപ്പാട് പോലെ. പൊടി ഇളക്കി മറിച്ചാണ് അവയുടെ വരവ്. മണലിൽ തലപൂഴ്ത്തി അനങ്ങാതെ കിടന്നോളൂ, മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല, ഇബ്രാഹിം പറഞ്ഞു.
ഞങ്ങൾ ഒട്ടകപ്പക്ഷികളെപ്പോലെ മണലിൽ തല താഴ്ത്തിവെച്ച് അള്ളാഹുവിനെ മനസ്സിൽ ഉച്ചത്തിൽ വിളിച്ച് അനങ്ങാതെ കിടന്നു. അവ ഞങ്ങളുടെ മുകളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ടു പോയി. ഇതിനകത്തുള്ള നായകനെ ഇവർ രക്ഷിക്കുന്നത്, നജീബിനെയും ഹമീദിനെ രക്ഷിക്കുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, ഇബ്രാഹിം ഖാദിരി. എന്തുകൊണ്ടാണ് ഈ അവിടെ പലതരത്തിലുള്ള പല ഗോത്രങ്ങളും പല ജനവിഭാഗങ്ങളും ഉള്ളപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനെ കൃത്യമായി ഈ നോവലിൽ പ്ലേസ് ചെയ്യാനുള്ള കാരണം? അതൊരു മുൻകൂട്ടി തീരുമാനിച്ച് എഴുതപ്പെട്ടതാണോ? അത് എഴുതി വന്നപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു? അങ്ങനെ കറുത്ത വർഗ്ഗക്കാരന് എന്തോ ഒരു വർഗീയ അങ്ങനെ ഒരു നിറത്തിന്റെ പേരിലൊന്നും ആകല്ല. അദ്ദേഹത്തെ ഞാൻ കഥാപാത്രം ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രത്തെ സൊമാലിയിൽ നിന്നുള്ള ഒരാളെന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമത് ഇതുപോലുള്ള അറബ് രാജ്യങ്ങളിലുമായിട്ടും അവിടുത്തെ മരുഭൂമിയുമായിട്ടും വളരെയധികം ഫെമിലിയറാണ് ഈ അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നവർക്ക്. അവർക്ക് ഈ മരുഭൂമിയുടെ ഘടന അറിയാം, അതിൻ്റെ കിടപ്പറിയാം, അവിടുത്തെ ജലസാന്നിധ്യം മണത്തറിയാൻ കഴിയും. അങ്ങനെയൊക്കെ ഒത്തിരി ജൈവപരമായ അറിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മരുഭൂമിയിൽ നിന്ന് പെട്ടുപോയ ഒരാളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ ആവും എന്നുള്ളതിൻ്റെ അറിവ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മളെപ്പോലെ ഇതുപോലുള്ള ഒരു ഭൂപ്രകൃതിയിൽ നിന്ന് ചെല്ലുന്ന ഒരാൾക്ക് മരുഭൂമിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. അതൊരു ഒരു ഒരു വലിയ കിടങ്ങ് പോലെ നമ്മൾ അതിനകത്ത് കുരുക്കിയിടുമെന്നാണ് മരുഭൂമിയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയിലേക്ക് യാത്ര നടത്തുന്നവരൊക്കെ ഈ ഇത്തരത്തിലുള്ള ബന്ധുക്കളുമായിട്ടോ അങ്ങനെ മരുഭൂമിയെ അടുത്തറിഞ്ഞ ആൾക്കാരുമായിട്ടോ ആണ് യാത്രകൾ അത്രയും സംഘടിപ്പിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു ഒരു ജൈവപരമായ കഴിവുണ്ട്. ആ തരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ അതിന് മറ്റ് ഒന്നും വേണ്ട. പ്രാകൃതമായ ചില നിയമങ്ങളുണ്ട് ഇപ്പോഴും, അല്ലേ? നമ്മുടെ നാട്ടിൽ നമുക്ക് അപരിചിതമായി തോന്നുന്ന ഒരുപാട് നിയമങ്ങളുള്ള സ്ഥലമാണ്. അത്തരം നിയമ നടപടികൾ എന്നെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ബെന്യാമിന്? രണ്ടാമത്തെ ചോദ്യം, ഇത്തരം നടപടികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കം നടത്താൻ ഇവിടുന്ന് പോയിട്ടില്ല പ്രവാസികളായ ആളുകൾ ശ്രമിക്കുന്നുണ്ട്? ഒന്ന്, ഞാൻ വളരെയധികം സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ബഹ്റിൻ എന്ന രാജ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങളല്ല അതിന് വിധേയമായിട്ട് വന്നിട്ടുമില്ല. പക്ഷെ അത്തരം നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനെതിരെ നമുക്ക് അങ്ങനെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഉന്നയിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഉന്നയിക്കാൻ പറ്റുന്നത് ഒരു കൃതിയിലൂടെ അവൻ്റെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രവാസകാര്യ വകുപ്പ് മന്ത്രി വല്ലാർ റബിയൊക്കെ ഇത്തരത്തിൽ പെട്ടുപോയിരിക്കുന്നവരെ അവിടുന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ളത് തിരിച്ചറിവൊക്കെ. അങ്ങനെ തിരിച്ചറിവ് കൊടുക്കാനേ, അങ്ങനെ പൊതുസമൂഹത്തിന് പകർന്നു കൊടുക്കാനേ ഒരു എഴുത്തുകാരന് കഴിയത്തുള്ളൂ. ബാക്കി പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത്തരം പ്രാകൃത നിയമങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും വിദേശികളെയും നമുക്ക് അവിടുന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. താങ്കൾ താമസിക്കുന്ന ബഹ്റിനിൽ ഈ ആടുജീവിതം ഉണ്ടോ, അതോ കണ്ടു കേട്ടറിഞ്ഞ അനുഭവമാണോ ഇതിനകത്ത് വന്നിട്ടുള്ളത്? അല്ല, ബഹ്റിൻ വളരെ ചെറിയൊരു ദ്വീപാണ്. അവിടെ ഈ മരുഭൂമിയോ അതിൻ്റെ ഇങ്ങനെയുള്ള വളർത്തലിനുള്ള സാധ്യതകളോ വളരെ കുറവാണ്. വളരെ ചെറിയ ഇതേ ഉള്ളൂ. പക്ഷെ വ്യാപകമായ ആട് വളർത്തലും ഈ മസ്ര എന്ന് പറയുന്ന ജീവിതവും ഒക്കെ ഉള്ളത് മരുഭൂമി ധാരാളമായിട്ടുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, യമന്, സുഡാൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലും, പിന്നെ ഒമാൻ്റെ കുറേ ഭാഗങ്ങളിൽ, UAE അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ജീവിതങ്ങളുള്ളതെന്നാണ്. ഞാൻ ഈ ആടുജീവിതത്തിന് ആസ്പദമാക്കിയ കഥാസന്ദർഭം കേട്ടറിയുകയും പിന്നെ അതിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയൊക്കെ ചെയ്തതാണ്. ബഹ്റിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കരുവാറ്റക്കാരനാണ് ഒരു നായകൻ, മറ്റേയാള് ധനുവച്ചപുരംകാരനും. എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ എത്ര അധികം ഈ പ്രവാസ ജീവിതം, എന്റെ അനുഭവത്തിൽ എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അത്ര അധികം പ്രവാസ ജീവിതമില്ല. നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വടക്കൻ കേരളമോ മധ്യ തിരുവിതാംകൂറോ കാരാണ് ഈ അത്ര അധികമായിട്ട് പ്രവാസ ജീവിതത്തിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ കരുവാറ്റക്കാരനും ധനുവച്ചപുരംകാരനുമായത്? യാദൃച്ഛികമായി വന്നാണെങ്കിൽ പോലും ഈ ധനുവച്ചപുരം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം ആൾക്കാർ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന് ഗൾഫ് മേഖലയിലുണ്ട്. പക്ഷെ അവരെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഗൾഫിന്റെ ഗുണവശം ശരിക്കും, അതിന്റെ ആ ധന ആർജവം ശരിക്കും, അതിൻ്റെ ഗുണവശം ശരിക്കും നേടിയെടുത്തത് മധ്യ തിരുവിതാംകൂറും വടക്കൻ കേരളത്തിലുള്ള ആൾക്കാരുമാണെങ്കിൽ പോലും സാധാരണക്കാരായ തൊഴിലാളി വിഭാഗത്തിൽ നിന്നും ഈ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും ധാരാളം ആൾക്കാർ
ഒരു വലിയ ജനസമൂഹമുണ്ട്. അവരെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നില്ല. അവർ നിശബ്ദരായി അവിടെ ജോലി ചെയ്യുകയും, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നിശബ്ദരായി ജോലി ചെയ്യുകയും വളരെ ചെറിയ സാലറിക്ക് ജോലി ചെയ്തിട്ട് ജീവിച്ചു പോകുന്നവരാണ്. അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അറിയാതെ വന്നു പോയതാവാം ഈ ഹക്കീം എന്ന കഥാപാത്രം ധനുവച്ചപുരത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ട്. ഈ വർക്ക് ആയിട്ടുള്ള ഓർക്കുട്ട്, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ IT കൺസ്ട്രക്ഷൻ, IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സുഖജീവിതം അറിയുന്നത്. അത്തരം ജീവിതം നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു IT ഈ ഒരു കുറച്ചുകൂടെ എന്താണ് ഒരു സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ജീവിതം ആവിഷ്കരിക്കും, ആടുജീവിതം ആവിഷ്കരിക്കുമ്പോൾ താങ്കൾ എന്തൊക്കെയാണ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പഠിക്കുകയും അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പോയി കണ്ട് അറിഞ്ഞിട്ടാണോ ഇത് എഴുതിയത്, ആടുജീവിതം എഴുതിയത്? അല്ല, എന്താ വെച്ചാൽ ഞാൻ 18 വർഷമായിട്ട് ഗൾഫിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ തന്നെ വളരെ ഉയർന്ന ജോലി ചെയ്തതാണ്. സാധാരണ ഹെൽപ്പർ തുടങ്ങി സൂപ്പർവൈസറായി, അത് കഴിഞ്ഞ് QC മാനേജർ, അതിനുശേഷം പ്രൊജക്ട് മാനേജർ, അങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായി മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്ക് ആദ്യമേ തൊട്ടേ അറിയാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഗൾഫിലെ വളരെ 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 ന്യൂനപക്ഷം, വളരെ 5% വളരെ കുറഞ്ഞു. ബാക്കി ആൾക്കാർ വളരെ താഴ്ന്ന ജോലി ചെയ്യുകയും താഴ്ന്ന വരുമാനം നേടുകയും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതം ധാരാളം അറിയാനും പരിചയപ്പെടാനുമുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ പ്രത്യേകമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ധാരാളം പഠനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾ ആരെങ്കിലും ഈ നോവൽ വായിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം അറിയിച്ചിരുന്നു? ധാരാളം ഈ മസ്രയിൽ ജീവിച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്ന ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ വിളിക്കുകയുണ്ടായി. ഇത് എന്റെ തന്നെ അനുഭവമാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഈ കഥ നടക്കുന്ന സന്ദർഭം ഏകദേശം 95 കാലഘട്ടം. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ഗുണവശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മൊബൈലൊക്കെ വന്നതോടുകൂടി അവർക്ക് ബാഹ്യലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരവസരമുണ്ട്. എങ്കിൽ പോലും ആടുകളെ വളർത്തി ജീവിക്കുന്ന പല ആൾക്കാരും ഗൾഫിന്റെ വിവിധ മേഖലകളിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു, ഞങ്ങളുടെ ജീവിതമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് വിളിച്ച അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു കെട്ടുകഥയല്ല, ജീവിതകഥ തന്നെയാണ്. പക്ഷെ അത്തരം ഇപ്പൊ മൊബൈൽ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നില്ലേ, അപ്പൊ അത്തരം ആളുകൾക്ക് മൊബൈൽ ഫോണോ അത്തരം ആധുനിക സംവിധാനങ്ങളോ ഉപയോഗിക്കാനുള്ള ധനമോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമോ ഉണ്ടോ? ഇപ്പൊ സാധാരണ ഇപ്പൊ അവിടെ പാസ് എടുത്തില്ലെങ്കിൽ പുറത്തു പോയാൽ പിടികൂടുന്ന രാജ്യമാണെന്ന് അങ്ങനെയാണല്ലോ ഈ 2 കഥാപാത്രങ്ങളും ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് മൊബൈൽ ഫോൺ പോലുള്ള സംവിധാനം ഉപയോഗിക്കാനുള്ള ഇപ്പൊ ആ രീതിയിൽ മൊബൈൽ ഫോണൊക്കെ കിട്ടുന്നുണ്ട്. ഇല്ലാത്തവരും ധാരാളം പേര് കാണുമായിരിക്കും. പക്ഷെ എന്നെ ബന്ധപ്പെട്ട ആൾക്കാരിലൊക്കെ മൊബൈൽ ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പൂർണ്ണമായും അടഞ്ഞ് ജീവിക്കുന്നവരല്ല അവർ. പക്ഷെ ഇങ്ങനെ ഒരു ജീവിതത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ബാഹ്യലോകവുമായി ബന്ധമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ആൾക്കാരാണ് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടു പോകുന്നത്. അപ്പൊ അത്തരം ആളുകൾ അവരുടെ തിരിച്ചു വരവ്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരവാലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് ഇത്തരം ആളുകൾ തിരിച്ചു വരുന്നതിന്റെ ഒരു വല്ലാത്തൊരു പേടിപ്പെടുന്ന ചിത്രമാണ്. ഇത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു മടങ്ങി വരവ്, ഇത്തരം ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള മടങ്ങി വരവ് എന്ന് പറയുന്നത്? കേരളത്തിലേക്കുള്ള മടങ്ങി വരവ് പ്രവാസികളുടെ ഇടയിൽ നിന്ന് ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 10 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് ഗൾഫിനുള്ളത്. വളരെയധികം സ്വദേശികൾ തൊഴിലെത്തിക്കുന്നു. പിന്നെ അവിടുത്തെ തൊഴിലിന്റെ സാധ്യതകളുടെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വലിയ മടങ്ങി വരവുണ്ടെന്ന് ഇവിടുത്തെ പ്രവാസകാര്യ വകുപ്പിന് അത് കണക്കുകൾ കൊണ്ട് തന്നെ അറിയാം. പക്ഷെ ഒരു ദുരന്തവശം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ നായകനായ നജീബ് ഈ മടങ്ങിവരുവിന് ശേഷം തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് വന്ന് ഇപ്പോൾ ഗൾഫിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഓരോ പ്രവാസിയും തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഗൾഫിലെ ആ ദുരിത ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിലെത്തി 2 വർഷത്തിന് ശേഷം അതുപോലെ 3 വർഷത്തിന് ശേഷം ഇവിടെ പിടിച്ചു നിൽക്കാനാവാതെ തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പുനരധിവാസത്തിനുള്ള ഒരു പദ്ധതിയും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചു വരുന്നവർക്ക് തൊഴിൽപരമായ സുരക്ഷ ഇല്ല, തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളില്ല. അങ്ങനെ ഒരു വലിയ ഭീകരമുഖത്താണ് ജീവിതം. 10-20 വർഷം ഗൾഫിലൊക്കെ ജീവിച്ചിട്ട് വന്നിട്ട് ഇവിടെ അവർക്കൊന്നും ചെയ്യാനാവാതെ പോകുന്ന വലിയൊരു ദുരന്ത മുഖത്താണ് ഗൾഫിലെ വലിയ ഒരു കൂട്ടം മലയാളികൾ നിലനിൽക്കുന്നത്. ഇതിലെ ഉടമ ഈ അടിമയുടെ അപ്പൊ അദ്ദേഹം ഈ അവനെ തിരിച്ചറിഞ്ഞിട്ടും വിസ ഇല്ലാത്ത കാരണം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട്, ഇത് ശരിക്കും അതൊരു നോവലിന്റെ മൊത്തം വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു നോവലിന് ചേരാത്തൊരു ഭാഗം പോലെ എനിക്ക് വായിച്ചപ്പോൾ തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം? അങ്ങനെ
അങ്ങനെ സംഭവിക്കാറുണ്ടോ? അല്ല, തിരിച്ചറിഞ്ഞാൽ കൊണ്ടുപോവുകയല്ലേ ചെയ്യുക സാധാരണ? ഇതിനകത്ത് അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യക്കടത്ത് എന്ന് പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന സാധനമാണ്. അതായത് യഥാർത്ഥത്തിൽ അല്ലാത്ത ഒരു ഓണർ ഒരാളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം ശക്തമായ നിയമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്പോൺസർ വേണമെന്ന് പറഞ്ഞ നിയമങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ നിയമങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇത്തരം ചതികളിൽ കൊണ്ടുപെടുത്തുന്നത്. അവർക്ക് ഒരു നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ അവർക്ക് നിസ്സഹായരാവാനേ സാധ്യതയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്. എങ്ങനെ വേണം ഒരു തൊഴിലാളിയെ അവിടെ എത്തിക്കാനും എന്തെല്ലാം സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണമെന്നും ഒക്കെ നിയമങ്ങളുണ്ടെങ്കിൽ പോലും ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾക്ക് പരിശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ നിസ്സഹായാവസ്ഥയാണ് ഞാനവിടെ ചെയ്തത്. നിയമത്തിന്റെ മുന്നിൽ അവർക്ക് കെട്ടി നിൽക്കാനേ പറ്റത്തുള്ളൂ. ഏതൊരു അർബാബിനും നിയമം തൊഴിലാളിക്ക് എന്താണ് അനുകൂലമല്ലെങ്കിൽ പോലും അവരെ അങ്ങനെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഈ നോവലിനെ കുറിച്ച് ഗദ്ദാം എന്ന സിനിമ ഈ അടുത്ത കാലത്ത് കമലിന്റെ ഏറ്റവും പ്രശസ്തമായൊരു ഇപ്പോൾ തിയേറ്ററിലേക്കുള്ള സിനിമ, ആ സിനിമയുടെ കഥയ്ക്ക് ഈ താങ്കളുടെ ആടുജീവിതവുമായിട്ടൊരു നേരിയ ബന്ധം ഗദ്ദാം എന്ന സിനിമ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിനെ കുറിച്ചുള്ള നിരവധിയായ നിരൂപണങ്ങൾ വായിച്ചു. അതിനകത്ത് ഈ കഥാസന്ദർഭം പറയുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആടുജീവിതവുമായി ചെറിയ സാമ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് എന്താണ്, ഒരു ജീവിതത്തെ പലർക്ക് പല രീതിയിൽ ആവിഷ്കരിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ഗദ്ദാം കഥ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. എങ്കിൽ പോലും ഒരു കഥയുമായി, പ്രത്യേകിച്ച് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നോവലുമായി ഒരു സാമ്യം വരുമ്പോൾ അത് അവർ സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിക്കണമായിരുന്നു. ഇത് ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു കഥയുടെ ആവർത്തനമാണോ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പകർപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് സംവിധായകൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം എനിക്കതിനെക്കുറിച്ച് പരാതികളില്ല, അതാദ്യമേ പറയട്ടെ. അപ്പം സാഹിത്യത്തിൽ മാത്രമാണ് മോഷണം ഒരു കുറ്റമാകുന്നത്. സാഹിത്യത്തിൽ അറിയാമല്ലോ, ഒരു വരി നമ്മൾ മോഷ്ടിച്ചാൽ അതൊരു വലിയ കുറ്റമാണ്. പക്ഷേ സിനിമയിൽ മോഷണം വലിയ കലയായിട്ടാണ് കരുതുന്നത്. പ്രത്യേകിച്ച് മലയാള സിനിമയിലെ പ്രശസ്തരായ പല സംവിധായകരും മോഷണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തും അങ്ങനെ മോഷ്ടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അർത്ഥത്തിലല്ല, അവർ വേറെ രീതിയിലാവും തന്നെ ചിത്രീകരിച്ച് എനിക്കറിയാത്തത് കൊണ്ട്. പിന്നെ ആടുജീവിതം എന്ന കൃതി മാത്രമല്ല, എനിക്ക് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണങ്ങൾ വായിച്ചതിൽ നിന്ന് പ്രശസ്തനായ എഴുത്തുകാരൻ കൊച്ചുബാബയുടെ ഇറച്ചി എന്ന പ്രശസ്ത കഥയുണ്ട്. അത് ശരിക്കും ഒരു വേലക്കാരൻ പോയി അവിടെ അറബിയുടെ വീട്ടിൽ അനുഭവിക്കുന്ന കഥയും ഈ ഇറച്ചിയേറ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ അതിനകത്താണ്. ഒരുപക്ഷെ ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു വലിയ വ്യത്യസ്ത മുഖം വീട്ടുവേലക്കാരുടെ ഒരു ജീവിതം കാണിക്കുന്നത്. അതിൽ നിന്നുള്ള ഭയങ്കരമായ സാമ്യങ്ങൾ ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അതെത്രത്തോളം കൊച്ചുബാബ എന്ന മരിച്ചുപോയ എഴുത്തുകാരനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും സിനിമ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. പക്ഷേ ഞാൻ വായിച്ചിടത്തോളം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ആടുജീവിതം സിനിമയാക്കുന്നുണ്ടോ? 2, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യത്തിലെ മോഷണങ്ങളുമായിട്ട്, അപ്പോൾ താങ്കളുടെ കൃതിയെക്കുറിച്ച് തന്നെ മോഷണം എന്നല്ലാതെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പല സന്ദർഭങ്ങളും ഈശ്വരന്റെ ഇടപെടലുള്ള പല സന്ദർഭങ്ങളും ഉണ്ട് എന്ന് മുരളീധരൻ നായരുടെ ഒരു അഭിപ്രായം ഒരു ലേഖനം കലാകൗമുദിയിൽ ഞാൻ അടുത്തിടെ വായിച്ചു. താങ്കൾ അതിന് മറുപടി എഴുതുകയും ചെയ്തു. താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാൻ, ദൂരദർശന്റെ പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഈ ഒരു താങ്കളുടെ കൃതി ഈശ്വരന്റെ ഇടപെടലുകൾ. അതെ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഞാൻ വളരെ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. ഞാനും ബ്ലെസ്സിങ് കൂടെ ചേർന്നിട്ട് ആടുജീവിതം സിനിമ ആക്കുക എന്നുള്ള ആ പ്രൊജക്റ്റുമായി ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഞാൻ ഈ ഗദ്ദാം എന്ന സിനിമ പുറത്തിറങ്ങി വന്നതിന് ശേഷവും ഞാനും ബ്ലെസ്സിങ് തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സങ്കല്പം ഇതൊന്നും അല്ലാത്തത് കൊണ്ടും നമ്മുടെ ഉള്ളിലെ ദൃശ്യങ്ങൾ മറ്റൊരാൾക്ക് മോഷ്ടിക്കാനാവാത്തത് കൊണ്ടും ഞങ്ങൾ ആ സിനിമയിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആ സിനിമ ആ തരത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു പ്ലോട്ടല്ല, പ്രണയം എന്ന വിഷയം എത്രയോ ആൾക്കാർ കൈകാര്യം ചെയ്തു. ഇപ്പോഴും ബ്ലെസ്സി ഏറ്റവും പുതിയ പടം ചെയ്യുന്നത് പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പോലെ ഒരു വിഷയത്തെ പല തരത്തിൽ നമുക്ക് സമീപിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് ആടുജീവിതം പറയപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം എനിക്കില്ല. രണ്ടാമത് മോഷണവുമായി ബന്ധപ്പെട്ട മുരളീധരൻ നായരുടെ ലേഖനം വളരെ ചിരിയാണ് എനിക്ക് ഉളവാക്കിയത് എന്നുള്ളതാണ്. എൻ്റെ മറുപടിയിലും ഞാനത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ അത്യാവശ്യത്തോടുകൂടി പറഞ്ഞു പോയതാണ്. കാരണം സാമ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പോയതാണ്. ഒന്നാമത്തെ എനിക്ക് അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകം വരുന്നതിന് ഏകദേശം 7 മാസം മുമ്പേ ആടുജീവിതം പുസ്തകമായി തന്നെ പുറത്തു വന്നിരുന്നു. അതിന് എഴുതിയ കാലമൊക്കെ അതിനൊക്കെ വളരെ 2008 മുരളീധരൻ നായരുടെ പുസ്തകം പുറത്തു വരുന്നത് 2009 മാർച്ചിലാണ്. അദ്ദേഹം തന്നെ ആ ലേഖനത്തിൽ പറയുന്നത്. പക്ഷെ എന്റെ പുസ്തകം 2008 ഓഗസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് 7 മാസം മുമ്പ് പുറത്തു വന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ദൈവവിശ്വാസം രണ്ടിനകത്തുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദൈവവിശ്വാസം ലോകത്ത് എത്രയോ
പുട്ടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ കൃതികളിലും ടോൾസ്റ്റോയുടെ കൃതികളിലും അങ്ങനെ എവിടെയെല്ലാം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ തേജസ് ഇങ്ങനെ പകർന്നു കിടക്കുക. അതിൽ നിന്നെല്ലാം മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവവിശ്വാസത്തെ കുറിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല. അല്ലാതെ ഞാൻ എന്തെങ്കിലും കഥാസന്ദർഭം മോഷ്ടിച്ചു എന്ന് അദ്ദേഹം പറയുകയല്ലോ. ദൈവവിശ്വാസം എന്നൊരു കാര്യം പറയാം. ദൈവവിശ്വാസം അങ്ങനെ ആർക്കും പേറ്റന്റ് കൊടുത്തൊന്നുമല്ലോ. അല്ല, പ്രണയം അത്തരം തുടങ്ങിയ വികാരങ്ങളോ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളോ ഒന്നും നമുക്കൊരാളുടെ കൃതി മോഷ്ടിക്കേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ എല്ലാ ജൈവ പ്രകൃതിയിലും ഇങ്ങനെ ചേർന്ന് കിടക്കുക. എല്ലാം മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സാധനമല്ലേ. അതിൽ നിന്ന് ഇപ്പം അള്ളാഹുവിനെ വിളിക്കുന്നു, കാബയ്ക്ക് നേരെ മുഖം തിരിച്ചു, ഇതൊക്കെയാണ് അദ്ദേഹം വലിയ കുറ്റമായി പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കൃതി ഇനി വായിച്ചു നോക്കിയെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ ഒരു സാമ്യപ്പെടുത്താൻ തോന്നിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനെ ഞാൻ വളരെ ചിരിച്ച് തള്ളിയ. ഈ പുസ്തകത്തിനകത്തൊരു ആത്മീയമായ ഒരു തലം, ഇപ്പൊ മുരളീധരന്റെ ആക്ഷേപത്തിനകത്തുള്ളത് തന്നെ എങ്കിൽ പോലും ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷമുണ്ട്. അത് ഈ സിനിമയിൽ വരുമ്പോൾ, സിനിമ ആക്കുകയാണെങ്കിൽ സിനിമയിൽ വരുമ്പോൾ അത് എത്രത്തോളം വായനയിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമായിട്ട് പ്രേക്ഷകർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ? അതെങ്ങനെ കിട്ടും? വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് അത്. എന്താണ്, ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഘടകം അതായിരിക്കും. പ്രത്യേകിച്ച് ആടുജീവിതത്തെ ഇത്രയും വായന പ്രിയമാക്കിയത് അതിനകത്ത് നിൽക്കുന്ന ഒരു ആത്മീയത കൂടിയാണ്. ഒരു വിശ്വാസവും ആത്മീയതയും മനുഷ്യന്റെ ഏകാന്തതയും ഒക്കെയാണ്. ഇതിനെ എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു എന്നതിനെ ആസ്പദമായിട്ടിരിക്കും ഈ സിനിമയുടെ വിജയം. വെറും ദൃശ്യം കൊണ്ട് മാത്രം ആടുജീവിതം വിജയിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ബ്ലെസ്സിക്ക് അത് നന്നായി അറിയുകയും ചെയ്യാം. അപ്പോൾ ബ്ലെസ്സിയെ പോലുള്ള ഒരാളെ ഈ സിനിമ ഈ കൃതി ഞാൻ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യും. അത് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ബ്ലെസ്സിക്കുള്ളത്. അത് ബ്ലെസ്സിയുടെ മനസ്സിലുണ്ട്. അത് എങ്ങനെ ഇത് കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് വെറും ദൃശ്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വേറൊരാൾക്ക് നമ്മളെ അനുകരിക്കാൻ പറ്റില്ല എന്ന് നമുക്കുള്ളൊരു ആത്മവിശ്വാസം അതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഇഫക്റ്റ് എന്താണ് പുതിയ സിനിമ വരുമ്പോൾ ആ സിനിമയിലുടനീളം വ്യാപിച്ചു കിടക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നവും വിചാരവും. അതിന്റെ തിരക്കഥ എഴുതുന്നത് ആരാണ്? തിരക്കഥ ബ്ലെസ് തന്നെയാണ് എഴുതുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും തിരക്കഥ എന്ന് പറയുന്നത് നോവലുമായിട്ടോ ഒക്കെ ചെറുതായിട്ടൊന്നും ബന്ധമില്ലാത്ത തികച്ച എന്താണ് ടെക്നിക്കൽ വർക്കാണ്. അതിന് അതുമായി പരിചയമുള്ള ഒരാൾ തന്നെ ചെയ്യണമെന്നുള്ളതാണ് എന്റെയും അഭിപ്രായം. അതുകൊണ്ട് അത് ബ്ലെസ് തന്നെയാണ്. പ്രാരംഭമായ നടപടികളൊക്കെ കഴിഞ്ഞിരുന്നു എന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒക്ടോബർ ഷൂട്ടിംഗ് തുടങ്ങണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിന്റെ പേര് ആടുജീവിതം തന്നെയാണോ അതോ? ആദ്യം ഞങ്ങൾക്ക് പേര് മാറ്റിയാലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ആടുജീവിതം എന്ന പേര് കുറച്ച് പ്രശസ്തമായതുകൊണ്ട് അങ്ങനെ തന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഈ നോവൽ ഒരു ഷോക്കേസ് പീസ് ആയിട്ട് മാറുകയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം അതൊരു ഇപ്പൊ എനിക്കൊരു വിവർത്തനങ്ങൾ കൂടുതൽ വരുന്നത് തന്നെ നോവലിന്റെ മലയാളത്തിൽ നോവലിൽ അധികം എഴുതപ്പെടാതെ പോവുകയും വായിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബെന്യാമിന്റെ നോവൽ ഒരു പക്ഷെ അതൊക്കെ ഒരു മാറ്റം വരുത്തിയ നോവലാണ്. ഇത് നിരൂപകർ എങ്ങനെ കണ്ടിരുന്നു താങ്കളുടെ നോവൽ വന്നപ്പോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ താങ്കളെ എത്രത്തോളം ആഹ്ലാദവാനാക്കി എന്നുള്ളതാണ്. എന്റെ നോവൽ എത്രത്തോളം നിരൂപണ യോഗ്യമാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പോലെ നിരൂപരുടെ ഭാഗത്തു നിന്ന് പതിവ് പോലെയുള്ള ഒരു അനാസ്ഥ ഉണ്ടായി എന്നാണ് എനിക്ക്. അനാസ്ഥ എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ ഗൗരവമായ വായനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. ഇത് ഗൗരവ വായനയ്ക്കുള്ള ഒരു പീസാണോ ഈ നോവൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് വായനക്കാരിൽ വ്യാപകമായി എത്തുന്നത് നിരൂപകരുടെ ഇടപെടൽ കൊണ്ടല്ല. അത് വായനക്കാരനോട് പറഞ്ഞ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ സാധനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന്. പക്ഷേ എങ്കിൽ അതിനിടയ്ക്കും കുറെ നല്ല നിരൂപണങ്ങളൊക്കെ നല്ല വായനകളൊക്കെ വരികയും ചെയ്തിരുന്നു എന്നുള്ളൊരു സത്യം ഞാൻ ഓർക്കേണ്ടതുണ്ട്. വായന മരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആടുജീവിതം വായിക്കപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെ ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം ഒരു എഴുത്തുകാരൻ അവൻ്റെ ഭാവി എഴുത്തിനെ പരുവപ്പെടുത്തുന്നതിൽ ഒരു ഘടകമാണല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം, പച്ചയായ ജീവിതം പറയുന്ന കഥകൾ, മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത കഥകൾ, മനുഷ്യൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പുതിയ മേഖലകൾ പരിചയപ്പെടുത്തുന്ന കൃതികൾ മനുഷ്യൻ എക്കാലത്തും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. നമ്മൾ ഈ കേട്ട പരിസരങ്ങൾ, അറിഞ്ഞ കഥകൾ വീണ്ടും കേൾക്കുമ്പോഴാവാം നോവൽ ഷോക്കേസ് പീസായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് അറിയപ്പെടാത്ത ഒരു ഭൂപ്രകൃതി, പുതിയൊരു ദൃശ്യം നാം അവർക്ക് നൽകുമ്പോൾ വായനക്കാരൻ ആർത്തിയോടെ അത് വായിക്കുമെന്നാണ് ആടുജീവിതം തെളിയിക്കുന്നത്. ആടുജീവിതത്തിൻ്റെ വായനയുടെ ഒരു ബാക്കി പത്രം അതാണ്. ഇതുവരെ വായന ഏറെക്കാലമായി മുരടിച്ചു പോരുന്ന ധാരാളം ആൾക്കാർ വായനയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇനി മുതൽ ഞങ്ങൾ വായിക്കാൻ പോകുന്നു എന്ന് പറയുന്നു.